ഇത് ഒരു ജെട്ടിയാണ്. ഈ ജെട്ടി പലർക്കും അറിയില്ല. നമുക്കിവിടെ വന്നാൽ 10 രൂപ കൊടുത്താൽ ഇവിടുന്ന് ഐലൻഡിലോട്ട് വലിയ ജങ്കാറ് പോലത്തെ വണ്ടിയിൽ കയറി പോകാം. നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം എറണാകുളത്ത് തന്നെ താമസിക്കുന്ന പലർക്കും അറിയാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ഈ സ്പോട്ടിൽ വന്നത്. ഇത് വേറെ സ്ഥലം ദൂരമൊന്നുമല്ല, എറണാകുളത്തെ ഗോശ്രീ പാലത്തിലൂടെ ആദ്യത്തെ പാലത്തിൽ കൂടി കയറിയിട്ട് ബോൾഗാട്ടിയിലേക്ക് പോകുന്ന ഹയാത്തിലേക്കൊക്കെ പോകുന്ന വഴിയുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി നമ്മളിങ്ങോട്ട് വന്നാലല്ലേ ഇവിടെ എത്തും. ഇതൊരു ബോട്ട് കെട്ടിയാണ് അല്ലേ ജോസ്മോൻ ചേട്ടാ? ഇതോ ഇങ്ങോട്ട് നോക്കിയേ, ഇതാ കപ്പൽ, ചെറിയൊരു കപ്പൽ പോകണുണ്ട്. അത് ഏതാ സ്ഥലമെന്ന് മനസ്സിലായ? അത് ഐലൻഡാണ് കാണുന്നത്. ഐലൻഡിൻ്റെ തൊട്ടിപ്പുറത്ത് ഷിപ്പ് യാർഡ് കാണാം. നമുക്ക് ഷിപ്പ് യാർഡിൻ്റെ ക്രെയിൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ആ ക്രെയിനിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മറൈൻ ഡ്രൈവിൻ്റെ ബിൽഡിങ്സാണ് ഈ കാണുന്നത്. അത് ഈ അറ്റം വരെ കാണാം. ഇത് കഴിഞ്ഞാൽ ഇതാ ഇത് എന്താ ഇതിൻ്റെ പേര്? പ്രസ്റ്റീജിൻ്റെ ഇതാണ്, ടൗൺഷിപ്പാണ് ഈ കാണുന്നത്. അവിടെ നമ്മുടെ ഗോശ്രീ പാലത്തിൻ്റെ ഒന്നാമത്തെ പാലമാണ് ഈ കാണുന്നത്. ഇനി ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നാൽ അതൊരു വലിയ ജെട്ടി കാണാം. നോക്ക്, എന്തൊരു വലിയ ജെട്ടിയാണ്. ഇനി ഇത് ഏതാ ജെട്ടി എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഒരു ജെട്ടിയാണ്. ഈ ജെട്ടി പലർക്കും അറിയില്ല. ഇനി ഈ ജെട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ വന്നാൽ 10 രൂപ കൊടുത്താൽ ഇവിടുന്ന് ഐലൻഡിലോട്ട് വലിയ ജങ്കാറ് പോലത്തെ വണ്ടിയിൽ കയറി പോകാം. അതൊരു ഒന്നൊന്നര അനുഭവമാണ്. ഇത് പലർക്കും അറിയില്ല. എൻ്റെ സുഹൃത്ത് തടിയൻ മോറീസ് ഫോർട്ട് കൊച്ചിയിൽ മോറീസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വെറും 10 രൂപ കൊടുത്താൽ നമുക്ക് ഐലൻഡിൽ പോയിട്ട് ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാം. വെറും 10 രൂപക്ക്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണാമോ? വാഹനങ്ങളുടെ യാത്രാ നിരക്കുകൾ പാസഞ്ചറിന് വെറും 10 രൂപയേ ഉള്ളൂ. പിന്നെ 2 വീലറിന് 30 രൂപ, കാറ് 150 രൂപ. അങ്ങനെ 40 അടി കണ്ടെയ്നർ ട്രക്ക് വരെ ഉണ്ട്. വലിയ കണ്ടെയ്നർ ട്രക്ക് പോലും അതിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ട് പോകും. എങ്ങോട്ട്? ഇത് ഐലൻഡിലേക്ക് കൊണ്ടുപോകും. ഐലൻഡിൽ കൊണ്ടുപോയിട്ട് നമ്മളെ പോർട്ട് ട്രസ്റ്റിൻ്റെ ജെട്ടിയിൽ നമ്മളെ ഇറക്കും. അവിടെ നിന്ന് തിരിച്ചും നമുക്ക് ഇങ്ങോട്ട് വരാം. 10 രൂപ എടുത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം കാഴ്ചയാണ്. ഇവിടെ ബോട്ടിൽ കയറി കടലിൽ പോകാൻ 600 രൂപയൊക്കെ കൊടുക്കും. നമ്മൾ കാത്തു നിന്ന റോറോ എത്തിയിട്ടുണ്ട്. നിറയെ കണ്ടെയ്നറുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തോരം ട്രെയിലറാണ് അതിൽ കയറി ഇരിക്കണമെന്ന് അറിയാമോ? അത് നമുക്ക് കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ലെങ്കിലും പക്ഷെ ഇതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വണ്ടികളുടെ ഒരു പ്രളയം തന്നെയാണ്. ഇത്രയും കണ്ടെയ്നറുകൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുമെങ്കിൽ ഇതാ ഒരു സംഭവം തന്നെയാണല്ലേ. അപ്പം മറക്കണ്ട, എറണാകുളത്ത് ഫസ്റ്റ് ഗോശ്രീ പാലത്തിൻ്റെ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ബോൾഗാട്ടിയിലുള്ള ഈ ജെട്ടി ഉള്ളത്. ഈ ജെട്ടിയിൽ നിന്ന് റോറോ സർവീസിൽ കയറാം. നേരെ ഐലൻഡ് 10 രൂപ ടിക്കറ്റേ ഉള്ളൂ ഒരു പാസഞ്ചറിന്. സ്കൂട്ടറിന്, കാറിന് ഒക്കെ വേറെ റേറ്റുകളാണ്. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ ഒന്ന് ഈ അനുഭവം ഒന്ന് നിങ്ങളും ആസ്വദിക്കുക. ഓക്കെ.